വി ഡി സതീശൻ ആളൊരു പുലിയാണ്. പുലി എന്ന് പറഞ്ഞാൽ പുപ്പുലിയാണ്, ചില സമയത്ത് കഴുതപ്പുലിയും ആണ്. എന്താണെന്ന് ചോദിച്ചാൽ ചീഫ് ജസ്റ്റിസിനെയൊക്കെ കോനയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ധൈര്യം ചില തമാശ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തിലകന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ ഇത്രമാത്രം ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന മാതിരിയുള്ള ധൈര്യമാണ്. ചീഫ് ജസ്റ്റിസിനെ നോക്കി പറയാണ്, അത് ഏതോ ഒരു ജഡ്ജി ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോർട്ടിൽ അയാൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത് ആണ് എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. വേറൊന്നുമല്ല സംഗതി, AI ക്യാമറകൾ സ്ഥാപിച്ചതിൽ സംസ്ഥാനത്തൊട്ടാകെ അഴിമതി നടന്നു എന്ന് പറഞ്ഞ് VD സതീശൻ കോടതിയിൽ ഒരു ഹർജി നൽകി. ഹർജി എടുത്ത കോടതി പറഞ്ഞു, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള താല്പര്യമാണോ അതോ പൊതു താല്പര്യമാണോ ഇതിലുള്ളത് എന്ന് ചോദിച്ചിട്ട് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു ഈ ഹർജി. അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് കോടതിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള VD സതീശന്റെ മറുപടി വരുന്നത്. അത് ഏതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അയാൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് എന്നാണ്. ഇതിന് സമാന്തരമായി നമ്മൾ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശന്റെ ആരോപണങ്ങളും ഹർജികളും ഒന്നടങ്കം പൊളിഞ്ഞു തകർന്ന സംഭവം നമ്മൾ ഓർക്കണം. ഏതൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടോ, ഏതൊക്കെ ഹർജി കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ചവറ്റുകൊട്ടയിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നുണയനും ചതിയനും കൂടെ നിൽക്കുന്നവരെ ഒറ്റുകൊടുക്കുന്നവരുമായ ഒരു നേതാവിനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് കാണുമോ എന്ന് ചോദിച്ചാൽ സതീശന് ശേഷം അങ്ങനെ ഒരാളും വളർന്നു വരാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, മുമ്പ് പ്രചരിച്ചതാണ്. ഈ മഹിളാ കോൺഗ്രസിലും അതുപോലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ലേഡി, അവര് പറയുന്നതാണ്, VD സതീശൻ പണ്ട് മണി ചെയിൻ ബിസിനസ് ഒക്കെ നടത്തി 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5000 രൂപ 3 മാസം കഴിഞ്ഞ് കിട്ടും. ആ തരത്തിൽ മണി ചെയിൻ ബിസിനസ്സും ഒരു തള്ളി ഊന്തി സ്റ്റാർട്ടാക്കുന്ന സ്കൂട്ടറും കൊണ്ട് തിരുവനന്തപുരത്ത് തേരാപ്പാര നടന്ന VD സതീശനെ അവർക്കറിയാം, വന്ന വഴി മറക്കരുത്. പക്ഷെ അന്ന് മുതലേ സതീശന്റെ മനസ്സിൽ മുഖ്യമന്ത്രി കസേരയാണ്. എന്നെങ്കിലും പൈസ കിട്ടുമ്പോൾ തട്ടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിദേശത്ത് പോയി പൈസ പിരിച്ചതൊക്കെ. പുനർജനിയൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. അത്തരം കേസുകളൊക്കെ VD സതീശന് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്, സ്വഭാവ സവിശേഷത അതാണ്. ഈ AI സംഭവത്തിൽ അദ്ദേഹം ഉടനെ ചെന്നിത്തലയെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഞാനും ശ്രീ ചെന്നിത്തലയും കോടതിയെ സമീപിച്ചു. കോടതി അത് പരിഗണിച്ചത് കൊണ്ടാണല്ലോ തള്ളിക്കളഞ്ഞത്. അതാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ പെട്രോളിന് വില കൂടിയോ എന്ന് ചോദിച്ച് V മുരളീധരൻ MP, അതായത് BJPയുടെ നേതാവ്, കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആക്ച്വലി വില കൂടിയിട്ടില്ല, വില കൂടി എന്ന തോന്നൽ മാത്രമാണ് ഉള്ളത്. ആ തരത്തിൽ മറുപടി പറഞ്ഞില്ല. അതുപോലെയാണ് VD സതീശൻ. കോടതി തള്ളിയോ എന്ന് ഹർജി തള്ളി എന്നത് വാസ്തവം. പക്ഷേ ഹർജി പരിഗണിച്ചത് കൊണ്ടല്ലേ തള്ളിയത് എന്നാണ് VD സതീശൻ. കാരണം ഹർജികളൊന്നും തള്ളപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണ്. അത് ആർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാമെന്ന് അദ്ദേഹം സ്വയം രക്ഷപ്പെടാനുള്ള ന്യായവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കോടതിയെ ഇത്രമാത്രം അവഹേളിച്ച, അപമാനിച്ച, പ്രത്യക്ഷത്തിൽ മറ്റുള്ള ആളുകളൊക്കെ CPM ഉണ്ട്, അത് നാക്കിന് വെളിവില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പെട്ടുപോകുന്നതാണ് കോടതി അലക്ഷ്യമായിട്ട് വരുന്നതൊക്കെ. പിന്നെ കോടതിയെ ചില നേതാവ് MP ജയരാജനൊക്കെ അധിക്ഷേപിച്ചിട്ട് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുമുണ്ട്. അതൊക്കെ വാസ്തവമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസ് അയാൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് അധിക്ഷേപിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ VD സതീശനെതിരെ കോടതി സ്വമേധയാ കേസെടുത്ത് അകത്താക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ സ്കോപ്പും ഈ പ്രസ്താവനയിലുണ്ട് എന്നതാണ് പരമാർത്ഥം.